ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലയാളി വൈബ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രീം കേക്ക് തയ്യാറാക്കാനായിട്ടാണ്. ഇതിന് വേണ്ടി വെറും 5 ചേരുവകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള 5 സാധനം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാലോ ഏത് പാലായാലും നമ്മൾ കുറച്ച് പാലെടുത്ത് അധികം വെള്ളം ചേർക്കരുത്. വേണമെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാല് തിളപ്പിക്കാനായി വെക്കുക. തിളച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ടിയിട്ടുള്ള എത്രയാണോ മധുരം വേണ്ടത് അത്രയും മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബ്രൂ അല്ലെങ്കിൽ എന്തെങ്കിലും കോഫി പൗഡർ ആഡ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ കോഫിയുടെ ടേസ്റ്റ് ഉണ്ടാകുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ നമുക്ക് ആവശ്യത്തിന് എത്ര പാലാണ്, ഇപ്പോൾ ഒരു കപ്പ് പാലാണെങ്കിൽ 1.5 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. അതിനുശേഷം അത് നന്നായി തിളച്ച് വരുമ്പോൾ കൊക്കോ പൗഡർ നന്നായി മിക്സ് ചെയ്ത് ആ ഒരു ബ്രൗൺ കളറായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അരിമാവാണ് വേണ്ടത്. അരിമാവ് ഒരു സ്മോൾ ടീസ്പൂണാണ്, 1 ടീസ്പൂൺ അരിമാവ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. ഇതൊന്ന് കുറുകി വരാനാണ് നമ്മൾ സാധാരണ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. കോൺഫ്ലവർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ അരിമാവ് ചേർക്കുന്നത്. അരിമാവ് ചേർത്താൽ മതി. അപ്പോൾ അരിമാവ് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് നന്നായി ഒന്നും തിളച്ചത് ഈ ഒരു പരിഭവമാകുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്ര മാത്രമാണ് നമുക്ക് ക്രീമിനായി വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക. പാർലേജിയോ ഏത് ബിസ്ക്കറ്റാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ബിസ്ക്കറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. നമ്മൾ ഓരോ ബിസ്ക്കറ്റായി എടുത്ത് ആ പാലിലേക്ക് മുക്കി നമ്മൾ ഏത് പാത്രത്തിലാണോ അത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒഴിക്കുക. വീണ്ടും അതുപോലെ ബിസ്ക്കറ്റ് വയ്ക്കുക, ഈ ക്രീം ഒഴിക്കുക. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് അവസാനം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്ത് അവസാനം മുകളിൽ ഒരു കവറിങ്ങിനായി നമുക്ക് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ബൂസ്റ്റ് പൗഡർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇവിടെ ബൂസ്റ്റ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ഈ ബിസ്ക്കറ്റ് തന്നെ ഒന്ന് നന്നായി പൊടിച്ച് അതിന് മുകളിലേക്ക് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഒരു 2 മണിക്കൂറോ എത്ര സമയം ഫ്രിഡ്ജിൽ വയ്ക്കുന്നോ അത്രയും സമയം നമ്മുടെ ഈ ഒരു ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പം ഒരു 2 മണിക്കൂർ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളതെടുത്ത് നമുക്ക് കഴിച്ച് നോക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഡ്രീം കേക്കിൻ്റെ അതേ സെയിം ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.